ഹോ, ഒരു 3 ലക്ഷം കൊടുത്താലെന്താ? എന്റെ കുട്ടി സീനിയർ ആയില്ലേ, അത് മതി. ഹും, വെറുതെ 4ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ കഥയൊക്കെ ഉണ്ടാക്കി. Grandpa, ആ, വാട്ട് മോളു? how I become senior? എന്റെ ടീച്ചർ പറഞ്ഞു ഞാൻ സീനിയർ ആയെന്ന്. അതെങ്ങനെയാ? ഞാൻ ആ ഷോ കാണിച്ചു ചെയ്തു. ബട്ട് ഗ്രാൻഡ്പാ, ഞാന് നമ്മൾ വന്നപ്പോ കണ്ട ആ കുട്ടികളുടെ സീനിയർ ആണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ആ കുട്ടികളുടെ സീനിയർ ആവാനൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു ഗ്രാൻഡ്പാ. മോളെ, നിനക്ക് റാഗ് ചെയ്യണമെങ്കിലൊക്കെ സീനിയർ ആവണം. അതിനു വേണ്ടിട്ടാ ഞാൻ നിന്നെ സീനിയർ ആക്കിയത്. ഈ ഗ്രാൻഡ്പയുടെ ഒരു കാര്യം, വാട്ട് മോളു, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതിന്റെ ഷോക്ക് ഞാൻ കാണിച്ചു. പക്ഷേ എനിക്ക് എനിക്ക് സീനിയർ ആവണ്ട. മോളു ക്ലാസ്സിൽ ആഡ് ചെയ്തു നിന്നെ. ഇനി എന്ത് ചെയ്യാനാകും? ചോദിക്കുന്നവരോടൊക്കെ പറയാൻ ഒരു കള്ളക്കഥയും ഉണ്ടാക്കി. നീ 4ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയെന്ന്. പൊട്ടന്മാർ മാത്രമേ കഥ വിശ്വസിക്കൂ. പക്ഷെ അങ്ങനെ ഒരു കഥയും ഉണ്ടാക്കി. എന്റെ ഗ്രാൻഡ്പാ, അവരുടെ മുമ്പിലേക്ക് ഞാൻ വലിയ ഷോ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സീനിയർ ആവാൻ ആഗ്രഹമില്ല. എനിക്ക് അവരുടെ ക്ലാസ് തന്നെ ആവണം. അവരുടെ ക്ലാസ് തന്നെ ഇരുന്ന് എനിക്ക് ഷോ ഇറക്കണം. ഗ്രാൻഡ്പാ, അതായിരുന്നു എന്റെ ആഗ്രഹം. അതാണ് ഗ്രാൻഡ്പാ തല്ലി പൊളിച്ചു കളഞ്ഞത്. മോളു, ഞാൻ വിചാരിച്ചു നിന്നെ സീനിയർ ആക്കിയ നിനക്ക് അവളെ റാഗ് ചെയ്യാൻ പറ്റുന്നേ. റാഗിങ്ങിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അവരുടെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഷോ ഇറക്കണമായിരുന്നു. ഗ്രാൻഡ്പാ അതെല്ലാം തകർത്തു. ഇനിയിപ്പോ അവരെല്ലാവരും ഇതൊക്കെ അറിഞ്ഞു. ഇനി ഞാൻ എങ്ങനെ അവരുടെ ക്ലാസ്സിലേക്ക് പോകും? ഹലോ, ഹലോ, പ്രിൻസിപ്പൽ മാഡം അല്ലേ? അതെ. ഞാൻ ജേക്കബ് മേനോനാണ്. ഓ സർ, സാറല്ലേ ഇപ്പോൾ ഇവിടുന്ന് പോയത്? അതെ, ഞാനിവിടെ ഗ്രൗണ്ടിൽ നിൽക്കുക. സാർ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? നോ നോ നോ, ഒരു സീക്രട്ട് പറയാനാ. ഞാൻ ഫോണിലൂടെ പറയാം, താങ്കൾ ചെയ്താൽ മതി. അതായത് ഞാനിപ്പോ സ്റ്റാഫ് റൂമിൽ വന്ന് നിങ്ങൾക്ക് ഒരു 3 ലാക്ക് തന്നില്ലേ? അതെല്ലോ, സാറിന്റെ കുട്ടീനെ ഒരു ക്ലാസ് ലെവലില് മോറിൽ ചേർത്താനല്ലേ? അതായത് അവളുടെ കറന്റ് ക്ലാസിന്റെ ഒരു പടി മുകളിലുള്ള ക്ലാസ് ആക്കാൻ. അല്ല, ഞാൻ അവളെ ചേർക്കാൻ കൊണ്ടുവന്നത് 6th-ലേക്കാണല്ലോ. ചേർത്തത് 7th-ലേക്കും. അത് സാറിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? സാർ പിന്നെ 3 ലാക്സ് ഞങ്ങൾക്ക് ഡൊണേഷൻ തന്നോ കുട്ടീനെ ഞങ്ങൾ ഒരു ക്ലാസ് മുന്നിലിരുത്താൻ വേണ്ടിട്ട്? അതെനിക്ക് കുട്ടീനെ സീനിയർ ആക്കാനായിരുന്നു. ഞാൻ കുട്ടിയുടെ അഭിപ്രായം ചോദിക്കാതെയാണ് അത് ചെയ്തത്. പക്ഷെ കുട്ടി ഇപ്പൊ പറയുന്നു കുട്ടിക്ക് താൻ ഇരിക്കാൻ ഉദ്ദേശിച്ച ക്ലാസ് തന്നെ ഇരുന്നാ മതിയെന്ന്. അതായത് അവളുടെ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള അതേ ക്ലാസ് തന്നെ. അതിനി മാറ്റാൻ പറ്റും. സാർ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഡൊണേഷൻ ഞങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നേ. സാർ, ഞങ്ങൾ തീർച്ചയായും ഇത് ഇപ്പൊ തന്നെ ശരിയാക്കാം. അവളുടെ രജിസ്ട്രേഷൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനിയിപ്പോ ഏതായാലും ഞങ്ങൾ ആഡ് ചെയ്തോളാം. അത് നിങ്ങൾ കുട്ടികളോട് ഇത് പറഞ്ഞിരുന്നില്ലേ? അത് ഞാനിവിടെ കണ്ട കുറച്ച് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതെന്റെ കുട്ടി മാനേജ് ചെയ്തോളൂ. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു മോളെ? ഇച്ചാപ്പിന്ന് പേര് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ക്ലാസ് തന്നെ മോളെ ആക്കണമെന്നാ പറയുന്നേ. അതൊന്ന് ചെയ്യോ? ഓക്കെ, താങ്ക് യു. ഹാപ്പി അല്ലേ മോളെ? അല്ല, നമ്മൾ അവരോടൊക്കെ പറഞ്ഞില്ലേ മോള് സീനിയർ ആവാൻ പോവാന്ന്. ഇനിയിപ്പോ നാണക്കേടാവോ ഇത്? 6 ചേർത്താൻ വന്നിട്ട് ഈ ഗ്രാൻഡ് പേര് പൊട്ടത്തരം കാട്ടി മോളെ 8 കൊണ്ട് ചേർത്തു. ഇനിയിപ്പോ ഏതായാലും മോള് 6th-ലേക്ക് തന്നെ പോയിക്കോ. മോളുടെ ഇഷ്ടമല്ലേ ഈ ഗ്രാൻഡ് പേരുടെ ഇഷ്ടം? എനിക്കറിയാം, ഗ്രാൻഡ് നല്ലതിന് വേണ്ടിട്ടാ എന്നെ സീനിയർ ആക്കാൻ ശ്രമിച്ചത്. ബട്ട് എനിക്കിതാ ഇഷ്ടം. ചെറിയ ലെവലിൽ നിന്ന് ഹൈ ലെവലിൽ കളി കളിക്കണം. മറ്റു ചില പ്ലാനുകളും എന്റെ കയ്യിലുണ്ട്. ഈ സ്കൂളില് ഞാനൊരു കളിക്കും. ഞാൻ ആരാണെന്ന് ഈ സ്കൂളിലെ ഓരോ കുട്ടിയും അറിയും. പ്രത്യേകിച്ച് നമ്മളെ വന്നപ്പോ അപമാനിച്ച അവരെ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ കുറെ പേര് ലീവാണോ? ഫസ്റ്റ് ഡേ തന്നെ ലീവാ? അതല്ല സാറേ, ഈ സ്കൗട്ടായെന്ന് വിചാരിച്ചിട്ടൊക്കെ കുട്ടികൾ പോയിക്കണേ. അതാണ് കുട്ടികൾ ഇത്ര കുറവ്. ഓ പിന്നുണ്ടല്ലോ ചിൽഡ്രൻസ്, പിന്നെ ഉണ്ടല്ലോ സാറേ, ക്ലാസ്സിൽ കുറെ കുട്ടികൾ ജയാർസിക്കാണ് പോയിക്കണോ? അല്ല, നിങ്ങൾക്ക് 4 പേർക്കൊന്നും ഇല്ലേ? ഇല്ല സാറേ, ഞങ്ങൾ ഈ പരിപാടിക്കൊന്നും നിൽക്കാനേ പോയിട്ടില്ല. ഞങ്ങളെ കൊണ്ട് വയ്യ ഇങ്ങനെ പണിയെടുക്കാനായിട്ടൊന്നും. എന്തിനെങ്കിലും നിൽക്കുന്നത് നല്ലതാ. 10th-ലെത്തുമ്പോ ഉപകാരപ്പെടും. കമ്മിങ്. അപ്പൊ ചിൽഡ്രൻസ്, ഇവിടെ നമ്മുടെ ക്ലാസ്സിലേക്കുള്ള പുതിയ കുട്ടി. അല്ല സാറേ, ഈ മോയ ഒരു സീനിയർ ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പൊ അതും ചോദിക്കണ്ട. ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് തന്നെയാ. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പുതിയ കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? സർ, ഞാനൊരു ഗിഫ്റ്റ് ചോദിച്ചു സാർ തരുമോ? പിന്നെന്താ, തരാലോ. സർ,
സാറേ ഇവള് വേണമെങ്കിൽ അമ്പിളിമാമനെ പിടിച്ചു കൊടുക്കാൻ പറയും. ഓളെ ഗ്രാൻഡ് ഫാദർ പിടിച്ചു കൊടുക്കൂലേ? ഷട്ടപ്പ്, ഇൻസൾട്ട് ചെയ്യരുത്. അവള് ഇങ്ങോട്ട് പുതിയ വന്ന കുട്ടിയാണ്. അപ്പോ അതിന്റേതായ ബഹുമാനം കൊടുക്കണം, മനസ്സിലായോ? എന്താപ്പത് എല്ലാരും ഓളെ പോലെ വെറുതെ അല്ല ആ ജെന്നി ഗ്ലാരും കൂടി ഇവിടുന്ന് പാഞ്ഞത്. ഓർക്ക് ഇവളുണ്ടെങ്കിൽ ഷോ ആക്കാൻ പറ്റുണ്ടാവില്ല, അതായിരിക്കും. സർ ഇവർ എന്നെ കുറിച്ച് മർമർ ചെയ്യുന്നു. ഞാൻ എല്ലാവരോടായിട്ട് പറഞ്ഞു കുട്ടിയെ ഇൻസൾട്ട് ചെയ്തിരുന്നേ. ഞങ്ങളെ ആരെയും ഇൻസൾട്ട് ചെയ്തിട്ടില്ല. സാറേ സാറിന്റെ പുതിയ കുട്ടി നോക്കിയിരുന്നോളെ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. കൂടെ നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ? സാറൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണ? സാറൊക്കെ മുട്ടല്ലേ? എത്ര തന്നെ വാട്ട്? എന്റെ ഇച്ചാപ്പി സാറോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കും. പിന്നെ ഇയാളോടൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ്? അയാൾ പൈസ കണ്ട വിടുന്ന ആളായതുകൊണ്ടില്ലേ ആ പൊട്ടത്തിന് സപ്പോർട്ട് ചെയ്യുന്നേ. സാർമാർക്ക് അതിന്റേതായ ബഹുമാനം കൊടുക്കണം. സാർമാർ എന്ത് ചെയ്താലും നമ്മൾ അതിന്റേതായ ബഹുമാനം കൊടുക്കണം. നിനക്കറിയോ അത്? എനിക്കറിയില്ല. പറഞ്ഞു തന്നതിന് നന്ദിയുണ്ട് പാറു. വളരെ 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 അധികം നന്ദിയുണ്ട് പറഞ്ഞു തന്നതിന്. ഓ എന്റെ അത്ര ബുദ്ധി എനിക്കില്ലായിരുന്നു, സോറി. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ പറമോളെ. അത്